കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. 4 വർഷത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് സ്വാമികളെ. ഓം തത്സത്. തിരുപ്പതി പോകുന്ന വഴിക്ക് നിങ്ങളെ കാണാവുന്ന കരുതി ഇങ്ങോട്ട് വന്നതാ. അത് ഞങ്ങളുടെ ഭാഗ്യമാണ് സ്വാമി. ഏതോ ജന്മത്തിൽ ഞങ്ങൾ ചെയ്ത പുണ്യം. കല്യാണത്തിന്റെ നിശ്ചയമൊക്കെ കഴിഞ്ഞല്ലോ. കാര്യങ്ങളൊക്കെ എവിടം വരെയായി? അങ്ങയുടെ ആശീർവാദത്താൽ എല്ലാം ഭംഗിയായി നടക്കുന്നു സ്വാമി. എന്നാൽ എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അതെല്ലാം അങ്ങ് തന്നെ തീർത്തു തരണം. ഈ ലോകം തന്നെ സംശയമയമാണ്. ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാകും. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാം താനേ ശരിയായിക്കൊള്ളും. അതങ്ങനെയാണെങ്കിലും എന്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്. അതെല്ലാം അങ്ങ് പരിഹരിക്കണം. മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് മനസ്സ് തന്നെ ഉത്തരം തന്നോളൂ. വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വിവാഹപ്പൊരുത്തമൊക്കെ നോക്കിയല്ലോ? എഴുതിയിട്ടുണ്ട് സ്വാമികളെ. ഭാസ്കർ പോയി എടുത്തുണ്ടോ? ശരി അച്ഛാ. ദാ സ്വാമി. ഭാവനെ, സ്വാമി കുറെ നേരോട്ട് അഭിയെ എന്തിനെങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നേ? അതായിട്ട് എനിക്കും മനസ്സിലാവാത്ത. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഈ സ്വാമി എന്തിനാ എന്നെ എങ്ങനെ നോക്കുന്നത്? കൊച്ചുമോനെ സ്വാമി എന്താ ഇങ്ങനെ തന്നെ നോക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം കാണോ? എനിക്ക് വീണ്ടും ഒരു കല്യാണം എപ്പോഴാന്ന് സ്വാമിയോട് ചോദിക്കാന്ന് വെച്ചാ എല്ലാരും ഇവിടെ തന്നെ അങ്ങ് നിൽക്കുക. സ്വാമി, എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ല മോളെ. മുഹൂർത്ത സമയം നല്ലതാണ്. ജാതകത്തിൽ ഒരു പൊരുത്തക്കേടുമില്ല. സ്വാമി എന്തോ പറയാൻ വന്നിട്ട് പറയാതെ നിർത്തിക്കളഞ്ഞല്ലോ. എന്താണെന്ന് പറഞ്ഞാല് സ്വാമി. സുമംഗലേ, നീ മിണ്ടാതിരിക്കെ. ഒരുപാട് സന്തോഷമുണ്ട് സ്വാമി. അഭി, അഖിൽ വന്ന് സ്വാമിയോട് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ശുഭം ഭൂയാത്.
ശുഭമസ്തു. ഈ സ്വാമി എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? അപ്പോ എന്റെ കല്യാണം നടക്കില്ലേ? എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ മോളെ. എന്തു പറ്റി സ്വാമി? ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ഇറങ്ങിയ പോരെ? ഇന്നെനിക്ക് വ്രതമാണല്ലോ മോളെ. അടുത്ത തവണ ഞാനിവിടെ വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാം. സ്വാമി, ആശ്രമത്തിൽ വന്ന് കല്യാണം എടുത്തു തരാം. സ്വാമി തീർച്ചയായിട്ടും കല്യാണത്തിന് വന്ന് ആശീർവദിക്കണം. ഞാൻ എവിടെയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ എവിടെയായിരുന്നാലും എന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. ഓം തത്സ. രാംമോഹൻ, എന്റെ കൂടെ വരൂ. ഏട്ടനെ മാത്രം എങ്ങനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടു പോണെങ്കി എന്തോ വിഷയമുണ്ട്. This is too much. ടു മച്ച് മാത്രോ? 4 മച്ച്, 5 മച്ച്, 6 മച്ച്. ആ പിന്നെ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആ സ്വാമിയെ കാണാനേ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ ആ സ്വാമി തന്നെ നേരിട്ട് അവരുടെ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പൊ വരാൻ പോകുന്ന മരുമകൾക്ക് അനുഗ്രഹം വാങ്ങി കൊടുക്കില്ല. അത്രയ്ക്ക് വേർതിരിവ് എന്താ അവർക്ക്? ലിവ് ഇറ്റ് മോം. എനിക്കിങ്ങനെയുള്ള പൂജയിലൊന്നും വിശ്വാസമില്ലെന്ന് മോമിന് അറിയാലോ. നിനക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല ബേബി. നമ്മളോട് അവർക്ക് റെസ്പെക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതേ കാർത്തികേ, റെസ്പെക്ട് വളരെ അത്യാവശ്യം. അല്ലെങ്കിലേ അവരെ നിരീക്ഷണം നടത്തേണ്ടിയിരിക്കുന്നു. കല്യാണത്തിന് മുൻപ് ഇത്രയും ഇൻസ്പെക്ഷനൊക്കെ ആവശ്യമുണ്ടോ ഡാഡി? ഉറപ്പായും ആവശ്യമാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ നിന്റെ അച്ഛന്റെ സൈഡിലുള്ള എല്ലാവരെയും എന്റെ കൺട്രോളിലേക്ക് ഞാൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇപ്പോഴും നിന്റെ അച്ഛൻ എന്റെ കൺട്രോളിലിരിക്കുന്നത്. എന്റെ മുമ്പിൽ യാതൊരു നാണവും ഇല്ലാതെ സംസാരിക്കുന്നത് നോക്ക്. സ്വന്തം മോളോട് പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? ഓക്കെ മോം, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ അതിനുശേഷം അവരെയൊക്കെ എങ്ങനെയാ പാഠം പഠിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം. കല്യാണത്തിന് ശേഷമല്ല, കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാവരെയും ആട്ടിപ്പായിക്കണം. ബർത്ത്ഡേ പാർട്ടിക്ക് ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് ഞാനങ്ങനെ സമാധാനമായി ഇരിക്കുകയൊന്നുമില്ല. കല്യാണം നമുക്ക് നടത്തണമെന്ന് പറഞ്ഞപ്പോ പറ്റില്ല, കല്യാണം അവര് തന്നെ നടത്തുമെന്ന് പറഞ്ഞു. ഈവന്റ്സ് ഒക്കെ നടത്തി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കല്യാണം നടത്തുന്നതിന് ഏറ്റവും അത്യാവശ്യ എക്സ്പീരിയൻസ് അല്ല, സ്റ്റേറ്റസ് ആണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്ന് അവരെ ഞാൻ അറിയിക്കും. ഈ അംബികാദേവി ഒരു ചീപ്പ് ക്യാരക്ടർ അല്ല, ചീഫ് ജസ്റ്റിസിനേക്കാൾ ഉയർന്നവളാണെന്ന് പ്രൂവ് ചെയ്യും ഞാൻ. എന്തായത് ചീഫ് ജസ്റ്റിസ്? ഈ വീട്ടിലെ ജഡ്ജാണെന്ന് പറഞ്ഞ് നാട്ടിൽ മുഴുക്ക ജഡ്ജാണെന്ന് പറയാൻ പറ്റുമോ? കല്യാണ ഒരുക്കങ്ങളിൽ തുടങ്ങി മറുവീട് വരെയും എല്ലാത്തിലും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങളുടെ മഴ തന്നെ പെയ്യിച്ച് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയിലാക്കും ഞാൻ. എവിടെയെങ്കിലും ചെറിയൊരു കുറവ് കണ്ടാൽ പോലും നിർത്തി ഞാൻ ചോദ്യം ചെയ്യും. ഇനി അങ്ങനെ ഒരു കുറവും ഉണ്ടാകരുതെന്ന് അവരെ ഞാൻ പാഠം പഠിപ്പിക്കും. യെസ് മോം, അവരെ നല്ലൊരു പാഠം പഠിപ്പിക്കണം. എന്തിനാ മോളെ? ഇതിനാണോ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളിനെ കെട്ടിച്ചേരുന്നത്? നീ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുമോളെ? ഗെയിം ഞാൻ ഡിസൈൻ ചെയ്ത് കളിച്ചോളാം. ഐ എം ഓൾവേസ് വിത്ത് യു മോം. നിങ്ങളെന്താ പറയുന്നേ? എപ്പോഴെങ്കിലും ഞാൻ മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നീ എന്തു പറയുന്നോ അത് തന്നെ, അത് തന്നെ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഗുഡ്. ബേബി പുറപ്പെടേ.
അമ്മയും മോളും കൂടെ ചേർന്ന് എന്തോ വലിയ പ്ലാൻ നടത്തുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും? കല്യാണം നടക്കുവോ ഇല്ലയോ? പറഞ്ഞാലും സ്വാമികളെ, യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ 2 കല്യാണങ്ങളും യഥാവധി നടക്കുമല്ലോ സ്വാമികളെ. അതിനെപ്പറ്റി പറയാനാ വിളിപ്പിച്ചത്. എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ എന്റെ മനക്കണ്ണിൽ എന്തോ അപശകുനം കാണുന്നുണ്ട്. ജാതകപ്പൊരുത്തമൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടില്ലേ? ജ്യോത്സ്യന്റെ അടുത്ത് അഭയുടെയും വസുവിന്റെയും ജാതകങ്ങൾ കാണിച്ചായിരുന്നു. എന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞ് ദോഷപരിഹാരത്തിനുള്ള പൂജ നടത്തിയായിരുന്നു. ഞാൻ ചോദിച്ചത് അഭിയുടെ കാര്യമല്ല, രണ്ടാമത്തെ മകന്റെയാ. അത് അവരുടേത് പ്രണയവിവാഹമാണ്. 2 പേരുടെയും ആഗ്രഹം അനുസരിച്ച് നടത്തുന്നേ ഉള്ളൂ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ സ്വാമികളെ? കല്യാണത്തിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നറിയില്ല. കല്യാണത്തിന് മുൻപ് എന്തോ പ്രശ്നം വരാനുണ്ടെന്ന് തോന്നുന്നു. അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് കല്യാണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ. ഓം തത്സ. വരണം സ്വാമികളെ. കല്യാണത്തിന് മുമ്പേ പ്രശ്നങ്ങൾ ഉണ്ടാവും പറയുമ്പോ ഈ 2 കല്യാണം ഇതോടെ നിന്നു പോകുന്നാണോ? ഒരുപക്ഷെ അങ്ങനെ നടന്നാ ഞാൻ ഹാപ്പി ആകും. അപ്പോ എന്റെ കണ്ണുനീര് വീഴ്ത്തിയ ഈ വീട്ടിൽ ആരും സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഈ വീടിന് ഞാൻ കൊടുക്കുന്ന ശാപ. സ്വാമി കഴിച്ചിട്ടാ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ അമ്മേ? അദ്ദേഹം വ്രതത്തിലാണെന്ന് പറഞ്ഞല്ലോ. വെറുതെ അദ്ദേഹത്തെ നിർബന്ധിക്കണ്ടെന്ന് കരുതിയിട്ടാ പറയാഞ്ഞത്. അതിന് സ്വാമി വീണ്ടും വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ. അന്ന് നമുക്ക് സ്വാമിക്ക് തൃപ്തിയായിട്ട് ഭക്ഷണം കൊടുക്കാം. എനിക്ക് തോന്നുന്നു സ്വാമി കല്യാണ സദ്യ ഉണ്ണാൻ വരുമായിരിക്കും അമ്മേ. പെണ്ണിനെയും കണ്ടില്ല, നിശ്ചയം നടന്നില്ല. പിറക്കാത്ത കുഞ്ഞിന് പേരിടുന്ന പോലെ. ഇവന്റെ ഒക്കെ കല്യാണം നടക്കോ ഇല്ലയോ എന്ന് ആർക്കറിയാം? അതിനു മുമ്പേ അവൻ കല്യാണ സദ്യയെ കുറിച്ചാ പറയുന്നത്. എന്താ ഏട്ടാ, സ്വാമി എന്താ പറഞ്ഞത്? പറയേട്ടാ, ഏട്ടനോടാ. എന്താ ജയന്തി? സ്വാമി എന്താ പറഞ്ഞെന്നാ ചോദിച്ചേ. ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ പോയിട്ട് വരാമേ. എങ്ങോട്ടാ അഭി? ഓഫീസിലോട്ടച്ചാ. വേണ്ട അഭി, നീ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ട മോനെ. എന്താ ഏട്ടാ ഇത്? ഒരുപാട് ജോലിയുണ്ടെന്ന് അഭി പറഞ്ഞപ്പോ സ്വാമി വന്നതിന് ശേഷം പോകാന്ന് ഞാനാ പറഞ്ഞത്. ഇപ്പോ ചേട്ടനെന്താ ഇങ്ങനെ പറയുന്നത്? അഭി, ഓഫീസിലെ ജോലിയെല്ലാം ബോബിയോട് പറഞ്ഞേക്ക്. മറ്റു കാര്യങ്ങളെല്ലാം മാനേജർ നോക്കും. കല്യാണം കഴിയുന്നത് വരെ നീ എവിടെയും പോകാൻ പാടില്ല. കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ അച്ഛാ. അതുവരെ ഞാൻ വീട്ടിലിരുന്നിട്ട് എന്തെടുക്കാനാ? ഉടൻ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കണം. ഒരു തടസ്സങ്ങളും ഇല്ലാതെ 2 കല്യാണവും നന്നായിട്ട് നടക്കണം. ആർക്കും ഒന്നിനും ഒരു കുറവും വരുത്താതെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തണം. നമ്മൾ ഈവന്റ് ചെയ്യുന്നവരല്ലേ അച്ഛാ. പുറത്തുള്ള ഇവന്റ്സ് പോലും വളരെ പ്ലാൻ ചെയ്തേ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ളപ്പോ നമ്മുടെ വീട്ടിലെ ഇവന്റ്സ് എന്തെങ്കിലും കുറവുണ്ടാവാൻ സമ്മതിക്കോ? പിഴവ് സംഭവിക്കുന്നതിന് 1 നിമിഷം മതി ഭാസ്കർ. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഒന്ന് നടന്നു കഴിഞ്ഞ് വിഷമിക്കുന്നതിനേക്കാൾ നടക്കാതെ ശ്രദ്ധിക്കുന്നതല്ലേ വളരെ നല്ലത്. ഏട്ടൻ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും നടക്കാനുള്ളതൊക്കെ നടന്നേ തീരൂ ഏട്ടാ. അത് നടത്താനല്ലേ ഞാനിവിടെ ഉള്ളത്. എന്താ ഏട്ടാ ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നത്? എന്തു പറ്റി? ഒന്നും പറ്റാതിരിക്കാനാ ഞാൻ പറയുന്നേ. ഇന്നു മുതൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങണം. എല്ലാരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? അച്ഛൻ എന്താ ഈ പറ്റിയത്? ഇത്രയ്ക്ക് ഇമോഷണൽ ആവേണ്ട കാര്യം എന്താ? നമ്മൾ ഉടൻ തന്നെ ഷോപ്പിങ്ങിന് പോവുകയാണ്. കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള തുണിയും സ്വർണ്ണവും ഒക്കെ വാങ്ങണം. ഭാവനെ, വസുവിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് കുടുംബസമേതം ഷോപ്പിങ്ങിന് എത്താൻ വേണ്ടി പറയണം. അഖിൽ, നീ കാർത്തികയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറ. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവാം. നമ്മുടെ കൂടെ എന്തിനാ ഏട്ടാ അവരും വരുന്നത്? ചെറുക്കന്റെ വീട്ടുകാരല്ലേ, വരുന്ന മരുമക്കൾക്ക് സ്വർണവും തുണിയും ഒക്കെ വാങ്ങി കൊടുക്കേണ്ടതല്ലേ?
അവരെയും കൂടെ അവിടെ വരാൻ പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് സ്വർണവും തുണിയൊക്കെ എടുക്കാമല്ലോ. അവർക്ക് ആവശ്യമുള്ളത് അവർ കാശ് കൊടുത്ത് വാങ്ങട്ടെ. നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട ഒരാവശ്യം ഇപ്പോ ഇല്ല. ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതല്ല. ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് എനിക്കറിയാൻ ചെയ്യുന്നേ. എന്തറിയാന്നാ നിങ്ങൾക്ക്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ തലയിടാൻ വരണ്ടെന്ന്. എന്നിട്ട് വീണ്ടും തുടങ്ങുവാണോ? ഈ 2 കല്യാണങ്ങളും ഒരു തടസ്സവുമില്ലാതെ നന്നായിട്ട് നടക്കണം ജയന്തി. നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് യാതൊരുവിധ കുറവും യാതൊരു കുറ്റവും സംഭവിക്കാൻ പാടില്ല. എല്ലാരും സന്തോഷത്തോടെ ഇരിക്കണം. ആർക്കും ഒരു വിധത്തിലുള്ള വിഷമവും വരാൻ പാടില്ല. അതിനുവേണ്ടിയാ ഞാൻ പറയുന്നത് കേൾക്ക്. അതിന് ഞാൻ എന്തു പറഞ്ഞിട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ കാരണം ആർക്കും ഒരു വിഷമവും വരാൻ പാടില്ലെന്നാ പറയുന്നേ. എന്നെ കൊണ്ട് പ്രശ്നവും? അമ്മ കാരണം എന്ത് പ്രശ്നം വരാനാ അച്ഛ? അമ്മ എന്ത് ചെയ്താലും ഒന്നിനു പകരം 10 പ്രാവശ്യം ആലോചിച്ചിട്ടാ ചെയ്യുന്നത്. സാമർഥ്യം നല്ലതാ മോളെ, പക്ഷെ നിന്റെ അമ്മയെ പോലെ അതിസാമർഥ്യം പാടില്ല. സമാധാനത്തോടെ ഈ 2 കല്യാണവും നടക്കണം. നിങ്ങളിൽ നിന്നും ഇത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അമ്മേ, അച്ഛൻ പറഞ്ഞൊന്നും അമ്മ കാര്യമായിട്ട് എടുക്കണ്ട. അച്ഛൻ എന്താ ടെൻഷനിലാണെന്ന് തോന്നുന്നു. കല്യാണം നിന്നു പോകുന്നുള്ള പേടിയാ ഭാവനെ. ശരിയാ ഭാവനെ. സ്വാമിജി വന്നു പോയതിനു ശേഷം അദ്ദേഹത്തിന് എന്തോ വ്യത്യാസമുണ്ട്. എല്ലാം അദ്ദേഹം പറയുന്ന പോലെ കേൾക്കാം. ഷോപ്പിങ്ങിന് പോകാം. വസുവിന്റെ വീട്ടിൽ വിളിച്ചു പറയണം. ശരി ഏട്ടത്തി. മോനെ അഖിലേ, കാർത്തികയുടെ വീട്ടിൽ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യ. നിന്റെ ആളുകൾ അല്ലെങ്കിലേ ഹൈ ക്ലാസ്. അവരുടെ സ്റ്റാറ്റസിന് പിടിച്ച രീതി ചെയ്തില്ലെങ്കിൽ ഒരുപാട് ഫീൽ ചെയ്യില്ലേ? ഏട്ടാ, അതിനുള്ളിൽ എന്നെ ട്രോൾ ചെയ്യാൻ തുടങ്ങിയല്ലേ? ഏട്ടാ, ഒരു നിമിഷം എന്റെ കൂടെ ഒന്ന് വരുമോ? സ്വാമിജി പറഞ്ഞ പ്രശ്നം ഷോപ്പിംഗ് മുതലേ ആരംഭിക്കാൻ പോവാ. ഷോപ്പിങ്ങിനെ പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ കല്യാണം എങ്ങനെ നടക്കും? ഏട്ടൻ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇപ്പൊ തന്നെ ഷോപ്പിങ്ങിന് പോണെന്നൊക്കെ. നമ്മൾ നാളെ പോകാനല്ലേ ഇരുന്നേ? കല്യാണത്തിന് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ സുശീല. കല്യാണത്തിന്റെ ക്ഷണക്കത്ത് കൊടുക്കുന്നത് നാളെ ആക്കാം. ഡ്രസ്സും ആഭരണമൊക്കെ ഇന്നെടുക്കാം. നാളെ ക്ഷണക്കത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് കിട്ടിയാലല്ലേ പറ്റൂ. ഇന്ന് വൈകുന്നേരം തന്നെ ക്ഷണക്കത്ത് കിട്ടും സുശീല. നാളെ കൊടുത്തു തുടങ്ങാം. എന്താന്നറിയില്ല, എല്ലാം തിടുക്കത്തിലാണല്ലോ നടക്കുന്നേ. ഈ കല്യാണം പെട്ടെന്ന് നടക്കണമെന്ന് നീയല്ലേ ആഗ്രഹിച്ചത്? ഈശ്വരനും നിന്റെ ആഗ്രഹത്തിനൊപ്പം ഉണ്ടല്ലോ. ഷോപ്പിങ്ങിനു വേണ്ടി അഖിലിന്റെ പെണ്ണുവീട്ടുകാരോടും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവര് നടത്തുന്നത് ഇത് 2ാമത്തെ കല്യാണം ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ആയാലും അവര് സമ്മതിച്ചോളും. പക്ഷെ നമുക്കിത് ആദ്യത്തേതാ. നമ്മളിത് സഹിക്കേണ്ട കാര്യം എന്താ കാർത്തികേ? പെട്ടെന്നൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സ്വാമിജി വീട്ടിലേക്ക് വന്നപ്പോ വിളിക്കാത്തവർ ഇപ്പൊ വിളിക്കുകയാണോ? ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. അതെ അതെ, ഞാനും സമ്മതിക്കില്ല. എന്നാ ശരി, ഞാൻ സമ്മതിച്ചു. ആ ഏട്ടൻ ഇത്രയും വേഗം ഷോപ്പിംഗ് നടത്തണമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടാവും. നീ പറഞ്ഞത് കറക്റ്റാ സുശീല. എത്രയോ ഇവന്റ്സ് അവർ നടത്തിയിട്ടുള്ളതാ. അപ്പൊ അവരുടെ വീട്ടിലെ കല്യാണത്തിന് എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ടാവും.
നമ്മളും ഷോപ്പിങ്ങിന് പോകുന്നു. എന്താ ബേബി, പോകാമോ? ഇതിനു മുമ്പ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരുന്നത്? ഇപ്പോഴേ കോംപ്രമൈസ് ആകാൻ പോവുകയാണോ? അവരെന്തു പറഞ്ഞാലും നീ അതിനൊക്കെ യെസ് എന്ന് തലയാട്ടാൻ പോവാണോ? അതിനെന്റെ ഈഗോ സമ്മതിക്കില്ല. ഐ നോ മോം. അമ്മയുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയല്ലേ ഷോപ്പിങ്ങിന് പോകാന്ന് പറയുന്നത്. സ്വാമിജി അവിടെ വന്നപ്പോ അവർ നമ്മളെ വിളിച്ചില്ലല്ലോ. എന്നിട്ട് ഇപ്പോ എന്തിനാ അവർ നമ്മളോട് ഷോപ്പിങ്ങിന് വരാൻ പറയുന്നത്? അവർക്ക് നമ്മളോട് റെസ്പെക്ട് ഇല്ലെന്നുള്ള കാര്യം അവരോട് പറയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഷോപ്പിങ്ങിൽ അമ്മയുടെ ടാലന്റ് എന്താണെന്ന് കാണിച്ചു കൊടുക്ക. മോള് പറയുന്നത് ശരിയാണ് അംബികെ. അവര് വിളിച്ചപ്പോ ഷോപ്പിങ്ങിന് പോയതുപോലെയാകും, അവരെ ഒരു പാഠം പഠിപ്പിച്ചതുപോലെയാവും. മോള് പറഞ്ഞതാ ശരി, കറക്റ്റ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. നിശ്ചയം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാം നടക്കുന്നത് വളരെ പെട്ടെന്നാ. ഒന്നിനും ഒരു സമയവും തരുന്നില്ല. എനിക്ക് എന്തുപോലെ ഉണ്ടച്ചാ. കല്യാണം വന്നാലും മരണം വന്നാലും ഇങ്ങനെയൊക്കെയാണല്ലോ മോളെ. നിനക്കൊരു നല്ല കാലം വരികയാണെന്ന് വിചാരിച്ചാ മതി.